അസ്സലാമു അലൈക്കും. ഇന്ന് ഹറർവ എന്ന് പറഞ്ഞ സാധനമായിട്ട് ഉണ്ടാക്കുന്നത്. പണിക്കാരിയാണ് ഉണ്ടാക്കുന്നത്, ഞാനല്ല. അപ്പോൾ അത് ഉലുവ അത് നന്നായിട്ട് തിളപ്പിക്കുക. ഉലുവ വെള്ളത്തിലിട്ടിട്ട് നന്നായി തിളപ്പിക്കുക. ഉലുവ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ ആശാളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ആട്ട, അതായത് മൈദ നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തരിച്ചതിന് ശേഷം ഇത് കലക്കിയിട്ട് അതും ഇതിലേക്ക് ഒഴിക്കും. പിന്നെ കുരുമുളക് പൊടി, കുങ്കുമപ്പൂവ്, ഷുഗർ ഫ്രീ, പിന്നെ പഞ്ചസാരയും ഇങ്ങനെ കുറച്ച് ഏലക്കായുടെ പൊടിയൊക്കെ പാടിട്ടിട്ട്, പിന്നെ കുരുമുളക് പൊടി, സിനമൺ പൗഡർ, അതായത് കറുവപ്പട്ടയുടെ പൊടിയൊക്കെ പാടിട്ടിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് മേഡത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരുന്നത് ഇതിൻ്റെ തരീക്ക. ഓക്കെ, ഇപ്പോൾ ഉലുവ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണ്. മൈദ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തിക്കാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. കലക്കിയിട്ട് അത് അരിച്ചിട്ട് കലക്കിയിട്ട് ഇതിൽ പൊഴിക്കും. പിന്നെ ആശാളിക്ക് അബ്ബഹ്മർ എന്നാണ് ഇവിടെ പറയണത് കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാഫറാൻ, കുങ്കുമപ്പൂവുണ്ട് കേട്ടോ അവിടെ. അതിൽ കുറച്ച് ഏലക്കായുടെ പൊടി ഇട്ടാണ് ഇട്ടത്. ഏലക്കായുടെ പൊടിയാണ്. അടുത്തത് കുരുമുളക് പൊടി കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഏലക്കായ, കുരുമുളക് പൊടി, പിന്നെ കറുവപ്പട്ടയുടെ പൊടി. ഓക്കെ, പിന്നെ ഇടുന്നത് പഞ്ചസാര. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ആശാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കുക. അതിലേക്ക് നമ്മളെ മൈദ വറുത്ത് മിക്സ് ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈദ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. അതേത് സാഫ്രാൻ? സാഫ്രാൻ നമ്മൾ ദെല്ലിൻ്റെ ഉള്ളിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാതും മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലാസ്കിലേക്ക് ഒഴിക്കുക ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് എന്തിനും ഉപയോഗിക്കണമെന്ന് നമുക്ക് അറിയില്ല. സാധനം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇത് പല രീതിയിലും പല ആൾക്കാരും ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ. ഇന്നത് കളറ് മഞ്ഞയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇന്നാൾ ഞാൻ എന്തോ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാർ പറഞ്ഞത് റോങ് ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം എന്താണ്. സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും പല രീതിയിലാണ് പല കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കണത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും ഞാനൊരു ലേശം കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 അല്ലെങ്കിൽ ഇനിയിപ്പോൾ എത്ര തബ്ബാക്കന്മാരനെ നമ്മൾ നിർത്തിയിട്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ എന്താണ് ചെയ്യും, പച്ചവെപ്പ് ഉണ്ടാക്കും. ചിലവർ കോഴി പൊരിച്ച് വെക്കും. ചിലവർ കോഴി ഒന്ന് എണ്ണയിലിട്ടൊന്ന് വേഗം എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്. ചിലവർ പിന്നെ എന്താ പറയണത്, ദമ്മാക്കുന്നവരുണ്ടാവും. ചിലവർ അരി ഊറ്റിയിടുന്നുണ്ടാവും. ചിലവർ അരിയിൽ ബിരിയാണിനെ വറ്റിക്കണുണ്ടാവും. അങ്ങനെ ബിരിയാണികൾ പലതരമുണ്ട്. ചില ആൾക്കാർ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പറയും അത് റോങ് ആണ്, അവർ പഠിച്ചതാണ് കറക്റ്റ് എന്ന് പറയും. മനസ്സിലായിട്ടുണ്ടോ? ഓരോ വീട്ടിൽ ഓരോ തരാണ്. ഇപ്പോൾ ഹമ്മൂസ് ഉണ്ടാക്കണത് നോക്കുകയാണെങ്കിൽ ചില വീടുകൾ അവർക്ക് ഗാർലിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർ പറയും ഗാർലിക്ക് ഇടണ്ടാണ്. അപ്പോൾ നമ്മൾ ഗാർലിക്ക് ഇടാതെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് തെറ്റാണ്. അതിൽ ഗാർലിക്ക് ചേർക്കണം, അല്ലെങ്കിൽ അതിൽ ഇത് ചേർക്കണം, അല്ലെങ്കിൽ മറ്റുള്ളത് ചേർക്കണം. അതേമാതിരി ഇപ്പം ഒരു മച്ചുബൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചില വീടുകളിൽ പിന്നെ മച്ചുബൂസ് ഉണ്ടാക്കുമ്പോൾ ക്യാപ്സിക്കം ഇടേണ്ടി വരും, വെജിറ്റബിൾസ് ഇടേണ്ടി വരും, ക്യാരറ്റ് ഇടേണ്ടി വരും, ഉരുളൻകിഴങ്ങ് ഇടേണ്ടി വരും. ചിലർ വേണ്ടി വരില്ല. അപ്പം നമ്മളായിട്ട് ഉരുളൻകിഴങ്ങും ഈ പിന്നെ ക്യാപ്സിക്കും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പറയും മച്ചുബൂസിൽ അതൊന്നും ഇടൂല, മച്ചുബൂസ് ഉണ്ടാക്കിയാൽ ശരിയല്ല, അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ പല രീതിയിലുള്ള ആളുകളല്ലേ, പല രീതിയിലുള്ള ടേസ്റ്റുകളാണ് ആൾക്കാർക്ക് ആവശ്യം. അപ്പം അത് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് ഒട്ടും ശരിയല്ല. ഓക്കെ, അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം.